ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കാർഡ്ബോർഡ് ബോക്സസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഡെസ്ക് ഓർഗനൈസർ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ടാണെങ്കിൽ ഇതൊരു കേക്കിൻ്റെ ഒരു ബോക്സ് ആയിരുന്നു. അപ്പോൾ അത് ഞാനാണെങ്കിൽ രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കട്ടർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഉണ്ടാക്കുന്ന ഡെസ്ക് ഓർഗനൈസറിന് നമുക്ക് അത്യാവശ്യമായിട്ട് ആദ്യം വേണ്ട സാധനം എന്ന് പറയുന്നത് കുറച്ച് കാർഡ്ബോർഡ് ബോക്സസും അതുപോലെ തന്നെ കാർഡ്ബോർഡ് പീസുമാണ്. അപ്പോൾ രണ്ടായിട്ട് മുറിച്ച ആ കാർഡ്ബോർഡ് ബോക്സ് ആണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു കാർഡ്ബോർഡിലോട്ടാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വേറൊരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ട് അതിനെയാണെങ്കിൽ മുകളിലത്തെ ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് സൈഡിലത്തെ പീസുകൾ രണ്ടുമാണെങ്കിൽ ഗ്ലൂ ഗൺ വെച്ചിട്ടാണെങ്കിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് സെൻട്രലായിട്ട് ഒട്ടിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലേ ഇപ്പുറത്തെ വശത്ത് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഒട്ടിക്കുന്ന ബോക്സിന് കറക്റ്റ് അളവ് നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ ആദ്യം ചെയ്തതുപോലെ തന്നെയാണെങ്കിൽ രണ്ടാമത്തെ ബോക്സും ആണെങ്കിൽ ഒട്ടിച്ചു കൊടുത്തു. സെൻറ്ററിൽ വെച്ചിരിക്കുന്ന ബോക്സിൻ്റെ ഉൾഭാഗം ഒന്ന് നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ബോക്സിൽ നിന്ന് തന്നെ മുറിച്ച് മാറ്റി ആ ഒരു പീസ് ആണെങ്കിൽ അടിയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ സൈഡിലായിട്ട് ഒട്ടിച്ചിരിക്കുന്ന രണ്ട് ബോക്സ് കൂടെ യോജിപ്പിക്കുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. സെൻറ്ററിലിരിക്കുന്ന ബോക്സിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നില്ല, അതൊരു ഡ്രോയറായിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിലിരിക്കുന്ന ബോക്സിൽ ഒരിക്കലും ഗ്ലൂ ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ഡ്രോയറായിട്ട് നമുക്ക് കിട്ടും. ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണെങ്കിൽ ഇന്നത്തെ ഡെസ്ക് ഓർഗനൈസറിൻ്റെ ബേസ് ആയിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ആണെങ്കിൽ മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ കവർ ചെയ്തെടുക്കുമ്പോഴേക്കും കുറച്ചുകൂടെ നീറ്റായിട്ടിരിക്കും. കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു ഡെസ്ക് ഓർഗനൈസറിൻ്റെ മുകൾ ഭാഗമാണെങ്കിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണെങ്കിൽ ഞാൻ സെൻറ്റർ വെച്ച ആ ഡ്രോയറിന് കുറച്ച് നീളമാണെങ്കിൽ കൂടുതലായിരുന്നു. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടുള്ള പീസ് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതുപോലെ തന്നെ ഡ്രോയറിൻ്റെ ഒക്കെ ആണെങ്കിൽ ഫ്രണ്ട് വശം എന്ന് പറയുന്നത് കുറച്ച് എഡ്ജസ് ഒക്കെ കുറച്ച് തള്ളിയായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ വേറൊരു കാർഡ്ബോർഡ് പീസ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ യോജിപ്പിച്ച കാർഡ്ബോർഡ് പീസ് ആണെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മാസ്കിൻ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി ഡ്രോയറിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് മാറ്റി വെച്ചിരുന്ന ആ ഒരു കാർഡ്ബോർഡ് പീസും ആണെങ്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഡ്രോയറും റെഡി ആയിട്ടുണ്ട്. ഇനിയാണെങ്കിൽ ഇതുപോലത്തെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അതാണെങ്കിൽ ഡ്രോയറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ഗ്യാപ്പ് കിടപ്പുണ്ടല്ലോ, അപ്പോൾ ചെറിയൊരു കല്ല് പോലെയാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആണെങ്കിൽ വീഡിയോക്കകത്ത് കാണുന്ന ഐസ്ക്രീം സ്റ്റിക്ക് ആണെങ്കിൽ അളവൊക്കെ നോക്കിയിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതുപോലത്തെ 4 പീസുകളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എന്നിട്ടാണെങ്കിൽ അവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ പീസുകളാണെങ്കിൽ എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ ചെറിയ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ പീസ് വെച്ചിട്ട് 2 സ്റ്റിക്കുകൾ തമ്മിൽ യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെയാണെങ്കിൽ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിരിക്കുന്ന ഐസ്ക്രീം സ്റ്റിക്ക് ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. സൈഡിലായിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രണ്ടിലെ ഗ്യാപ്പ് കാണുന്ന സൈഡിലൂടെ നമുക്കാണെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്ക് ആണെങ്കിൽ ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് അളവെടുത്ത് 2 സ്റ്റിക്കുകൾ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ ആണെങ്കിൽ ചെറിയ പീസുകൾ വെച്ചിട്ടാണെങ്കിൽ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഡെസ്ക് ഓർഗനൈസറിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലോട്ട് വന്നിട്ടില്ലേ. ഇനിയാണെങ്കിൽ ഞാനാണെങ്കിൽ ഒരു വൈറ്റ് കാർഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ടാണെങ്കിൽ സൈഡിലുള്ള 2 ബോക്സുകളാണെങ്കിൽ ഇറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നീറ്റായിരിക്കും അതിൻ്റെ ഒരു അടിഭാഗമൊക്കെ കാണാനായിട്ട്. അതിനുശേഷം ആ സൈഡിലുള്ള 2 ബോക്സിൻ്റെയും എഡ്ജസ് ഒക്കെ ആണെങ്കിൽ മാസ്കിൻ ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡ്രോയറിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന ആ ഒരു കാർഡ്ബോർഡിൻ്റെ സൈഡിലും ആണെങ്കിൽ മാസ്കിൻ ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തൊന്ന് കൊടുക്കുന്നുണ്ട്. ഇനിയാണെങ്കിൽ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഇത് ഫുള്ളൊന്ന് കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പകരം നമുക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാൻ കേട്ടോ. ഞാനിപ്പം ഇവിടെ വൈറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വൈറ്റ് അക്രിലിക് കളർ വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ ഡെസ്ക് ഓർഗനൈസർ ഫുള്ളൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഡ്രോയറിൻ്റെ ഉൾഭാഗവും ഞാനാണെങ്കിൽ കളർ ചെയ്തെടുക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോക്കകത്ത് കാണിച്ചിട്ടില്ല, അത് ഞാൻ പിന്നീടാണ് ചെയ്തത്.
അതുപോലെ തന്നെ നമ്മുടെ ഡെസ്ക് ഓർഗനൈസറിൻ്റെ ബാക്ക് സൈഡും ആണെങ്കിൽ ഞാൻ വൈറ്റ് കളർ തന്നെ വെച്ചിട്ട് ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. കളർ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഉണങ്ങാനായിട്ട് വെച്ചു. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത്ര അടിച്ചത്തേക്കാണെങ്കിൽ പെയിൻ്റൊക്കെ തീർന്നു. അതുകൊണ്ട് ഡ്രോയറിൻ്റെ ഉൾഭാഗത്താണെങ്കിൽ ഒരു കോട്ട് മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ. ഇനിയാണെങ്കിൽ റെഡ് കളർ വെച്ചിട്ടാണെങ്കിൽ ചെറിയ ഡോട്ട്സുകൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഡോട്ട്സ് ഒരുമിച്ച് അടുത്ത് വരുന്ന രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഡോട്ട്സ് വലുതും ഒരു ഡോട്ട് ചെറുതുമായിട്ടാണ്. അതായത് ഞാനിവിടെ ആണെങ്കിൽ ചെറീസാണ് പെയിൻറ്റ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് ഡോട്ട്സൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞു. ഇനിയാണെങ്കിൽ അതിന് സ്റ്റെമ്മും അതുപോലെ തന്നെ ലീവ്സൊക്കെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്രീൻ കളർ വെച്ചിട്ട് സ്റ്റെമ്മും ലീവ്സൊക്കെ ആണെങ്കിൽ വരച്ചെടുക്കുന്നുണ്ട്. അത് വരച്ചെടുത്തത്തേക്കും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. കാണാനായിട്ട് നല്ല ചെറീസൊക്കെ നിൽക്കുന്നത് പോലെ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. ഇതിന് പകരം ഏതൊരു ഫ്ലവേഴ്സോ അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആണെങ്കിൽ ഫുൾ ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണെങ്കിൽ ഡ്രോയറിൻ്റെ ആ ഒരു സൈഡിലായിട്ട് നമുക്കൊരു പിടിക്ക് പകരം യൂസ് ചെയ്യാനായിട്ടാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഹെഡ് മസാജറിൻ്റെ ആണെങ്കിൽ ഒരു സൈഡിലിരിക്കുന്ന ആ ഒരു വുഡൻ പീസ് എടുത്ത് ഞാനൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ടൊക്കെ ഇരുന്ന ആ ഒരു കള്ളിയുടെ ഫ്രണ്ടിലായിട്ടാണെങ്കിൽ ചെറിയൊരു ബോയ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ റെഡ് കളറിലായിരുന്നു, അപ്പോൾ മജന്ത കളറായിരുന്നു സാറ്റർ റിബൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഒരു ബോയ് ഉണ്ടാക്കി ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഡ്രോയറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു വുഡൻ പീസൊക്കെ വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ക്രാഫ്റ്റ് വർക്കിന് ആ ഒരു ലുക്ക് തന്നെ മാറിക്കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡെസ്ക് ഓർഗനൈസറിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടൂൾസൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ പെൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഇന്നുണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഡെസ്ക് ഓർഗനൈസർ ആണെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഡ്രോയിൻ്റെ അകത്ത് നാറയാണെങ്കിൽ 3D ഔട്ട്ലൈനേഴ്സും അതുപോലെ തന്നെ ഗ്ലൂ ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡെസ്ക് ഓർഗനൈസർ ഫുള്ളൊന്ന് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇപ്പോൾ പുറത്ത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി നല്ലൊരു നാച്ചുറൽ കളർ അപ്പോൾ കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്ത് വെച്ചിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ പറ്റുന്നവരൊക്കെ വീഡിയോ ട്രൈ ചെയ്ത് നോക്കും. നല്ലൊരു ക്രാഫ്റ്റ് വർക്ക് ഐഡിയ ആണിത്. ഇപ്പം സ്കൂളൊക്കെ തുറക്കാൻ പോകുമ്പോഴത്തേക്ക് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഡെസ്കൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ ബൈ.